ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. ശബരിമലയിൽ ഇടവമാസ പൂജയ്ക്ക് നടയടച്ച ദിനം ദർശനം കഴിഞ്ഞു മടങ്ങിയ തെലങ്കാന സ്വദേശിയായ ഗോപാൽപേട്ട മണ്ഡൽ സ്വദേശിനി ഇടുകുടി ഭാരതിയമ്മ എന്ന തീർത്ഥാടക പമ്പയ്ക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ കിയോസ്കിലെ പൈപ്പിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കിയോസ്കിന് സമീപം സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നാണ് വൈദ്യുതി പ്രവഹിച്ചതെന്ന് കണ്ടെത്തി. കിയോസ്ക് താഴെ ഉറപ്പിക്കുന്നതിന് പകരം ഇലക്ട്രിക് പോസ്റ്റിൽ കമ്പി കെട്ടി ബലപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്നാണ് മഴ സമയത്ത് വൈദ്യുതി പ്രവഹിച്ച് അപകടം ഉണ്ടായതെന്ന് KSEB എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ദേവസ്വം ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പോലീസ് എന്നിവർ നടത്തിയ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തി. വിഷയത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശദീകരണം തേടിയിട്ടുണ്ട്. വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അധികൃതർ അശ്രദ്ധമായാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും ആവശ്യം ശക്തമാണ്. ഈ ആവശ്യവുമായി ആചാര സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന എന്റെ കേരളം പ്രദർശന വിപണന കലാമേളയ്ക്ക് ഇന്ന് രാത്രി സമാപനമാകും. വൈകിട്ട് 4-ന് നടക്കുന്ന സമാപന സമ്മേളനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കുടുംബമായി മേള കാണാൻ എത്തുന്നവരുടെ വലിയ തിരക്കാണ് മേളയിൽ എല്ലാ ദിവസവും അനുഭവപ്പെട്ടത്. സർക്കാർ സേവനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 186 ശീതീകരിച്ച സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിരുന്നത്. സെമിനാറുകൾ, കലാപരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾ മേളയിൽ നടന്നു. പുതിയ അധ്യയന വർഷത്തിന് മുൻപ് സ്കൂളുകളിൽ ജനകീയ ക്യാമ്പയിനിലൂടെ ശുചീകരണം പൂർത്തിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന മഴക്കാല മുന്നൊരുക്ക യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂളുകളുടെ സുരക്ഷ പ്രത്യേകമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. സ്കൂൾ പരിസരത്തുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് വിദ്യാഭ്യാസ തദ്ദേശ വകുപ്പുകൾക്ക് മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിഭജനം പൂർത്തിയായപ്പോൾ 45 വാർഡുകൾ കൂടി. നേരത്തെ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിലെ അതിർത്തികളെക്കുറിച്ചുള്ള 350-ലധികം ആക്ഷേപങ്ങൾ പരിഹരിച്ച ശേഷം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടിക പ്രകാരമാണിത്. ജില്ലയിലെ 53 പഞ്ചായത്തുകളിലായി ആകെ 788 വാർഡുകൾ ഉണ്ടായിരുന്നത് ഇനി 833 വാർഡുകളാകും. കരട് പട്ടികയിലെ എണ്ണത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. പകരം പരാതികളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധനകൾക്ക് വിധേയമായി പല വാർഡുകളുടെയും അതിർത്തികളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. തിരുവല്ല പുളിക്കീഴിൽ വിദേശ മദ്യ സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് സമഗ്രവും ഗൗരവകരവുമായ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഉന്നതതല യോഗം ചേർന്ന് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കും. സംസ്ഥാനത്തെ 26 സംഭരണ കേന്ദ്രങ്ങളിലും ഷോപ്പുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുമെന്നും ഫയർ ഓഡിറ്റ് നിർബന്ധമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം 13-ന് രാത്രിയിൽ ഔട്ട്ലെറ്റിന്റെ കെട്ടിടത്തിനും ഗോഡൌണിനും തീപിടുത്തമുണ്ടായി 10 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. തീ പടരുന്നത് കണ്ട് ജീവനക്കാർ പുറത്തേക്കോടി രക്ഷപ്പെട്ടതിനാൽ ആളപായമുണ്ടായില്ല. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനുള്ള വിദേശ മദ്യം പുളിക്കീഴ് ഷുഗർ ഫാക്ടറിയുടെ ഭാഗമായിരുന്ന കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.